ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നല്ല സ്വാദുള്ള രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1-2 സ്പൂണ് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൽ 1 സ്പൂൺ കടുകിടണം. ഈ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1-2 നുള്ള ഉലുവ പൊടിയെക്കാട്ടിയും ഫുൾ ഉലുവ ഇടുന്നതായിരിക്കും ഒരു ടേസ്റ്റ്. അപ്പോൾ ഉലുവയുടെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ലൈറ്റ് ഒരു ഇച്ചിരി ഡാർക്ക് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ 1-2 ചെറിയ ഉള്ളി അത് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലേശം കറിവേപ്പില നല്ലപോലെ ഇളക്കി അതിൻ്റെ ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന കൂട്ടുണ്ടല്ലോ അതിതിലേക്കൊന്ന് ചേർക്കണം. അരഞ്ഞു പോകരുത്. നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവുമേ. നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ ഒരു വാടിയ മണം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ഇത് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂണോ 1.5 സ്പൂണോ ഉപ്പ് നമുക്ക് ഇട്ട് തുടങ്ങാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് ബ്രൗൺ കളറായി കിട്ടും. ഇനി 1 സ്പൂൺ മുളക് പൊടി, 1-2 സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് 1-2 സ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ അത്രയും അളവ് തന്നെ നമ്മൾ മല്ലിപ്പൊടി കൂടെ ചേർക്കണം. ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിടുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 സ്പൂണോ 2 സ്പൂണോ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി തീ ഓഫ് ചെയ്തിട്ടിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ പച്ച ടേസ്റ്റ് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ച ചുവ ഒന്ന് മാറിക്കിട്ടും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കൂടെ ഇട്ടിട്ട് നമ്മളതൊന്ന് നമുക്ക് ടൊമാറ്റോ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് തന്നെ ഇടാം. ഞാൻ ടൊമാറ്റോ അരിയുന്നത് ഇടാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പം ചെറുതായിട്ട് ടൊമാറ്റോ അരിഞ്ഞത് ഇതിനൂടെ ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ അടിച്ച് വേണമെങ്കിൽ നല്ല മിക്സിയിലിട്ട് നല്ല ജ്യൂസ് പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്ത് വേണമെങ്കിൽ ഇതിലോട്ട് ചേർക്കാം. അരിഞ്ഞിടുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു സ്വാദ്. അപ്പോൾ അരിഞ്ഞിട്ടതിന് ശേഷം അത് നമ്മളെ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഉടച്ചെടുക്കുന്ന ടൊമാറ്റോൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, പുളി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്ക്. അപ്പോൾ പുളിവെള്ളം ഉണ്ടാകും. നല്ലപോലെ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ഇതിലോട്ട് ഒഴിക്കാം. ആ കൊത്തൊക്കെ ഒന്ന് മാറ്റി വെള്ളം മാത്രം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് 1-2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോകും. നമുക്ക് അത്രയും തിക്നെസ് വേണ്ടല്ലോ. രസം ഇച്ചിരി വെള്ളം കൂടെ ആയിട്ട് ഇരിക്കുന്നതല്ലേ സ്വാദ്. അപ്പം 1-2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച് വരട്ടെ. ഇപ്പം നമ്മളെ രസം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി
ആവശ്യത്തിന് കായപ്പൊടി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല പോലെ തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഒരു നല്ല മണമായിരിക്കും, രസത്തിൻ്റെ മണം അറിയാമല്ലോ. ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്.